ദേവദാരുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് മംഗല്യഭാഗ്യത്തിന് സാരി സമർപ്പണവും ശത്രുദോഷം ഒഴിയാൻ കുങ്കുമാഭിഷേകവുമാണ്. അത് നമ്മളെല്ലാവരും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ സ്വന്തം കൈകളാൽ നമ്മൾ പൊങ്കാല ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ ആറ്റുകാലമ്മയുടെ പ്രീതിക്ക് എല്ലാവരും പാത്രമാകുന്നു. അതുപോലെ തന്നെ ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടുകളാണ് സാരി സമർപ്പണവും കുങ്കുമാഭിഷേകവും. ഇത് മംഗല്യഭാഗ്യത്തിനാണ് ദേവിക്ക് സാരി സമർപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുങ്കുമാഭിഷേകമാകട്ടെ നമുക്ക് മനഃശാന്തിക്കും അതുപോലെ തന്നെ ശത്രുതാദോഷ പരിഹാരത്തിനുമായിട്ട് നടത്തുന്ന വഴിപാടാണ്. 6 മാസത്തിനുള്ളിലോ 1 വർഷത്തിനുള്ളിലോ നമുക്ക് ഇപ്പോൾ വിവാഹ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം മാറി വിവാഹം നടക്കണമെന്ന് നേർന്ന ശേഷമായിട്ടാണ് ഈ വഴിപാട് സർവാഭീഷ്ടപ്രദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് അണിയുന്നതിനായി സാരി ഭക്തർ സമർപ്പിക്കുന്നത്. അതുപോലെ ചിലർ നേർച്ച നടത്തി വിവാഹശേഷമാണ് വഴിപാട് സമർപ്പിക്കുന്നത്. ശ്രീകോവിലിൻ്റെ മുൻവശത്തെ ആ ഒരു പ്രധാന കവാടത്തിൻ്റെ അടുത്ത് ഗോപുരത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ദേവീ വിഗ്രഹത്തിൽ അണിയിക്കുന്നതിനാണ് ഈ സാരിയൊക്കെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ 5 മണി മുതൽ ഇടവിട്ട അമ്മയ്ക്ക് സാരി മാറി മാറിയാണ് അവിടെ അണിയിക്കുന്നത്. അപ്പോൾ അവസാനം ഉടുപ്പിക്കുന്ന സാരി അടുത്ത ദിവസം രാവിലെയാണ് മാറുന്നത്. അപ്പോൾ ദീർഘമാംഗല്യത്തിന് താലി സമർപ്പിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു സുപ്രധാന വഴിപാട് കൂടിയാണ്. ചുവന്ന പട്ടുസാരിയും സ്വർണ്ണത്താലിയുമാണ് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്. ഈ വഴിപാട് കൂടുതൽ നടത്തിയിരുന്നത് മിക്കവാറും മംഗല്യ തടസ്സമുള്ളവരാണ് ഇതെല്ലാം നടത്തിയിരുന്നത്. അപ്പോൾ ഭക്തജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അമ്മയ്ക്കിത് സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉറപ്പായിട്ടുമുണ്ട്. അങ്ങനെ ധാരാളം പേര് ഇത് നടത്തി വരുന്നുണ്ട്. ഫലസിദ്ധി ഇത് ഒത്തിരി പേർക്ക് ഇതിൻ്റെ ഫലം അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. ദേവിയെ അണിയിച്ച ശേഷം ഈ സാരികൾ ആറ്റുകാൽ ദിവസം ലേലം ചെയ്ത് ഇത് നൽകുന്നതാണ്. ഇത് സ്വന്തമാക്കുന്ന വ്യക്തികൾ അവരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ ഒരു ദിവ്യമായി വളരെ ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചു വയ്ക്കും. അതുപോലെ തന്നെ രാവിലെ 7 മണി കഴിഞ്ഞിട്ടാണ് ശ്രീബലിക്ക് ശേഷമായിട്ടാണ് കുങ്കുമാഭിഷേകം നടക്കുന്നത്. ശ്രീകോവിലിന് പുറത്ത് സോപാനത്തിൽ അഭിഷേക പൂജയ്ക്ക് അഭിഷേക വിഗ്രഹം എടുത്തു വച്ച ശേഷം പഞ്ചഗവ്യ അഭിഷേകമാണ് നടത്തുക. തുടർന്നാണ് കുങ്കുമാഭിഷേകം നടത്തുന്നത്. അപ്പോൾ ഇത് വാത ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് ഈ വഴിപാട് അവിടെ അഭിഷേകം ചെയ്ത കുങ്കുമപ്രസാദം നടത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് വഴിപാടുണ്ട്. അത് ഓരോരുത്തരും ക്ഷേത്രത്തിൽ വരുമ്പോൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള ആ ബാധകൾ പുറത്തു നിൽക്കുമെന്നും തീയും ശബ്ദവും ഉപയോഗിച്ച് അവരെ ഒഴിവാക്കുന്നു എന്നുമാണ് ഈ വഴിപാടിൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ അന്തരീക്ഷ ശുദ്ധിക്ക് വേണ്ടിയും വെടിവഴിപാട് നടത്തുന്നുണ്ട്. ഇത് ദേവീക്ഷേത്രങ്ങളിലെ വെടിവഴിപാടിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെയാണ് ആറ്റുകാലിലെ ഞാനീ പറഞ്ഞ വഴിപാടുകൾ. മംഗല്യഭാഗ്യത്തിന് സാരി സമർപ്പണവും ശത്രുദോഷം ഒഴിയാനായിട്ട് കുങ്കുമാഭിഷേകവും വാത ഒഴിയാനായിട്ട് വഴിപാടും ഒക്കെ ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേർക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വിഷയവുമായി വരും വരെ നന്ദി, നമസ്കാരം.